തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ൽ അവകാശങ്ങൾ മറന്ന് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിലവിലുള്ള സീറ്റുകളിൽ ഉറച്ചു നിൽക്കുമെന്നും കൂട്ടിയ സീറ്റുകളിൽ ആവശ്യമുന്നയിക്കുമെന്നും PJ ജോസഫ് വ്യക്തമാക്കി. ചർച്ചകൾ ധാരണയായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് PJ ജോസഫ് പറയുന്നത്. സ്റ്റാറ്റസ് കോയാണ് അർഹപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ച വേണമല്ലോ, എന്നാൽ ഉള്ള അവകാശം നിലനിർത്തുകയും ചെയ്യണം. അതുകൊണ്ട് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. തിളക്കമാർന്ന ഒരു വിജയം UDF-നുണ്ടാവും. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ വിശദാംശങ്ങളുമായി ശരിയാണ്. ലാൽകൃഷ്ണൻ, യഥാർത്ഥത്തിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ വേണ്ടി ജോസഫ് സാർ പറഞ്ഞതാണോ അതോ വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു ആംബിയർ ഉണ്ടോ ജോസഫ് ഭാഗത്തിന്? ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെ കുറിച്ച് പോലും പല ഘട്ടങ്ങളിലും PJ ജോസഫിൻ്റെ വിഭാഗം ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം പലയിടങ്ങളിലും സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് വിട്ടുകൊടുത്ത സീറ്റുകളുമുണ്ട്. പക്ഷേ ഇത്തവണ പ്രാഥമിക ചർച്ചകളിലൊന്നും അതിൽ കൃത്യമായ ധാരണയായിട്ടില്ല എന്നൊരു പരിഭവം കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിന് ശക്തമായി തന്നെയുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ കോടനാട് അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ, ഇപ്പോൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്താടൻ ഇരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് വിട്ടുകൊടുത്ത സീറ്റാണ്. ആ സീറ്റ് തിരിച്ചു വേണമെന്നൊരാവശ്യം കേരള കോൺഗ്രസ് പല കുറിയായിട്ട് ഉന്നയിക്കുന്നതാണ്. പക്ഷേ ആ വിഷയത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല. നേരെ മറിച്ച് ഇടുക്കിയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇടുക്കിയിൽ ഇത്തവണ വേണ്ടത് വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പക്ഷേ നിലവിൽ വനിതാ വാർഡുകളെല്ലാം കൈകളിലുള്ളത് കേരള കോൺഗ്രസിനാണ്. അതിനൊരു സീറ്റ് വിട്ടുതരാൻ തയ്യാറാണ് എങ്കിൽ പോലും പക്ഷേ തങ്ങൾക്ക് അർഹതപ്പെട്ട മറ്റു സീറ്റുകളുടെ കാര്യത്തിൽ ധാരണ വേണം എന്നൊരു നിർദ്ദേശമാണ് ജോസഫ് ഗ്രൂപ്പിനുള്ളത്. മലബാർ മേഖലയിൽ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് ജോസഫ് വിഭാഗം പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥികളടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അതൊരു സമ്മർദ്ദ തന്ത്രമാകാനാണ് സാധ്യത എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. പ്രധാനമായിട്ടും പാർട്ടിയിലേക്ക് കൂടുതൽ അണികൾ തിരുവനന്തപുരത്ത് കടന്നു വന്നിട്ടുണ്ട്. അതിൽ ജനതാദൾ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളടക്കം അവിടുത്തെ സിറ്റിംഗ് കൗൺസിലർമാരടക്കം വന്നിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും സീറ്റ് കൊടുക്കുന്ന കാര്യം നിലവിൽ കോൺഗ്രസിൻ്റെ പരിഗണനയിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കേരള കോൺഗ്രസിന് ഏതെല്ലാം സീറ്റ് വേണമെന്ന കാര്യത്തിൽ പോലും അവിടെയൊന്നും ധാരണയായിട്ടില്ല. അതിൻ്റെ ഘട്ടത്തിലാണ് ശബരിനാഥൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് പോകുന്നത്. ബലാബലം പിടിക്കുന്നതോടുകൂടി കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. കാരണം ഒരുപക്ഷെ കേരള കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൃത്യമായി ക്യാൻവാസ് ചെയ്യാൻ സാധിച്ചാൽ അത് ബാധിക്കുന്നത് കോൺഗ്രസിൻ്റെ പരാജയത്തിലേക്കുള്ള വഴിയായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ സമ്മർദ്ദമുണ്ടാക്കുക, കൂടുതൽ സീറ്റുകൾ മുന്നോട്ട് വയ്ക്കുക, വർദ്ധിപ്പിച്ച സീറ്റുകൾ പല തദ്ദേശ സ്ഥാപനങ്ങളിലും സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർദ്ധിപ്പിച്ച സീറ്റുകളിലടക്കം തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. 2 തവണ നടന്ന ചർച്ചകളിലും പ്രത്യേക ധാരണകളോ കൃത്യമായ നിലപാടുകളോ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ, പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമാക്കുക എന്ന രീതിയിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മാറുന്നത്. ഓക്കെ, താങ്ക് യു. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.